ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഐഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? തുണികൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക എത്തുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. 2 ദിവസമായിട്ട് പെരുമഴയാണല്ലേ. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. ചുറ്റിനും വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. എന്നാലും വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. അൽഹംദുലില്ലാ. ഓരോരുത്തരെ ദുരിതങ്ങളും ഇതൊക്കെ കാണുമ്പോൾ സങ്കടം കേട്ടോ. എന്തായാലും ഇത് ഇന്നലെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടല്ലോ മഴ. അപ്പോൾ മിനിയാന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ചുറ്റിലും കേട്ടോ. പക്ഷെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. മുറ്റത്തും 2 സൈഡിലാണ് കേട്ടോ. പിന്നെ ഇത് അപ്പുറം ഇപ്പുറമൊക്കെ പാടും തോടും ഒക്കെ ഉള്ള കാരണം അങ്ങനെ ഒലിച്ച് പോവും. അതുകൊണ്ട് വലിയ ഇതായിട്ട് കുഴപ്പമില്ല. ഈ പറമ്പിൽ മണ്ണടിക്കാത്ത ഒരു ബുദ്ധിമുട്ട് കാരണം കേട്ടോ. അത് നമ്മളതല്ലാത്ത കാരണം നമുക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. പരമാവധി ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ പോയിട്ട് ഒന്ന് ഇങ്ങനെ കൈക്കോട്ട് കൊണ്ട് തുഴഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കയറിയോന്ന് വെച്ചിട്ട് എന്നോട് കുറേ എൻ്റെ ഫ്രണ്ട്സുകളും എൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം, നമ്മുടെ വീട്ടിൽ നടക്കുന്ന സാധാരണക്കാരുടെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കായല്ലേ, അത് പരിപ്പിട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് കൂട്ടി നോക്കണം കേട്ടോ. എന്നും മീൻ കറിയും ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ സ്പെഷ്യലായിട്ട് നമ്മളുടെ പച്ചക്കായക്കറി അല്ലെങ്കിൽ വെള്ളരിക്ക പരിപ്പിട്ട കറി, അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പച്ചക്കായ കഴുകി വൃത്തിയാക്കി കുറച്ച് കഞ്ഞിവെള്ളത്തിലൊക്കെ കഴുകി എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും, പച്ചമുളകും തക്കാളിയും കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുളി ഒഴിക്കണ്ടെന്ന് കരുതി. പക്ഷേ എനിക്കെന്തോ ഇങ്ങനത്തെ എന്ത് കറിയിലും കുറച്ച് പുളി വേണമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ എൻ്റെ ഉമ്മക്ക് അങ്ങനെയാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയാൽ തോന്നുന്നു ഞങ്ങളവിടെ കുറച്ച് എന്ത് തേങ്ങ അരച്ച് കറിയൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് പുളി ഒഴിക്കൂട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയപ്പോൾ നമ്മൾ അടുപ്പത്തു നിന്നും കണ്ട് ഗ്യാസുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എടുക്കാനൊരു ക്ലിയർ ഇല്ല, അതുകൊണ്ടാണേ. അപ്പോൾ എന്നിട്ട് ഒരു മുറി തേങ്ങ അരച്ചിട്ട് അതിൽ കണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഗ്യാസ് ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുണ്ട് തുള്ളി കിട്ടിയാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലൊന്ന് വറവിടണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കറി ഉണ്ടാകുമ്പോൾ എനിക്കിപ്പോൾ 2-3 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഒന്ന് വറവിടാൻ വേണ്ടിയിട്ടേ ഞാനപ്പോൾ ഇനി നമ്മളെ പച്ചമുളകും വേപ്പിൻ്റെ ഇലൊന്നൊക്കെ പോയിട്ട് കറിവേപ്പിൻ്റെ ഇലൊക്കെ പൊട്ടിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉണക്കമുളകിന് പകരം നമ്മൾ ചീനമുളകോ അല്ലെങ്കിൽ പച്ചമുളക് പഴുത്ത് നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നൊരു ഭംഗി കടക്ക് എടുക്കട്ടെ എന്ന് കഴിച്ചു. അപ്പോൾ കടുക് പൊട്ടിച്ചു, നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക് പൊട്ടിച്ച് എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു, ചുവന്നമുളക് ഇട്ടോ, അങ്ങനെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമുക്കിന്ന് ഒരു കറിയൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കറി വെക്കുന്നത് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് താത്ത 2 പച്ചക്കായ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ താത്താക്കും കുറച്ച് കറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ താത്താക്കും കുറച്ച് കറി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പേടിയൊന്നുമില്ല. തൊട്ടടുത്തൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ ഉപ്പും മുളകും പുളിയൊക്കെ നല്ലോണം നോക്കിയിട്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് സെറ്റായതിന് ശേഷം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുക്കറിലിട്ടിട്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇനി പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു കഷ്ണം സവാളയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വെളുത്തുള്ളിയും ഇട്ടിട്ട് അങ്ങനെ സെറ്റായിട്ട് കേട്ടോ. പിന്നെ നമുക്കിത് കുറച്ച് ഈ ഒരു വാഴക്കൂമ്പില്ലേ, വാഴക്കത്തട്ടാന്നറിയാം ഞങ്ങൾ കേട്ടോ. അതും പിന്നെ അവിടെ മഴയൊക്കെ പെയ്തപ്പോൾ ഒരു പച്ചക്കായ ചെറുതിട്ടോ, അത് മുറിഞ്ഞിരുന്നിരുന്നു. അപ്പോൾ ഞാൻ അതും ഒരു ഉപ്പേരിയൊക്കെ വെച്ചു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബീഫ് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാരണം നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ വെച്ചു, ചോറൊക്കെ റെഡിയാക്കി സെറ്റാക്കി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറിനാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ തട്ടിമുട്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു 10 പേരുണ്ടെങ്കിലും 10 പേർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ. സാധാരണക്കാരുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.